റമദാനൊക്കെ അല്ലേ, അപ്പം നോമ്പ് സമയത്ത് ഒരേ സമയത്ത് നോമ്പ് തുറക്കുന്നത് വിശപ്പും കിടണം ദാഹവും കിടണം. ഒരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഇല്ല സാധനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അവിൽ മിൽക്കാണ്. ഞാൻ കുഴപ്പമില്ല, വീഡിയോസ് കാണാം. ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് സാധാ അവിലാണ്, വീട്ടിലുണ്ടായത് സാധാ അവിലാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ സാധാ അവിലാണെങ്കിൽ ഇതേപോലെ അവിലൊന്ന് ചൂടാക്കി എടുക്കാം, അല്ല ഇങ്ങനെ ഒന്ന് അവിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്ല ശരിക്കും അവിൽ മിൽക്കിനൊക്കെ യൂസ് ചെയ്യണത്, കടയിലൊക്കെ യൂസ് ചെയ്യണത് നമ്മുടെ മറ്റേ പൊരി അവിലില്ലേ, അങ്ങനത്തെ ആ അവിലാണ് യൂസ് ചെയ്യണത്. മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ അരിമണികൾ പോലെ അതെ അതെ, അങ്ങനത്തെ അവിലാണ് യൂസ് ചെയ്യണത്. അതാണ് നല്ലത്. അപ്പം അതല്ല ക്രിസ്പി ആയിരിക്കും, അതാണ് ഉണ്ടത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ സാധാ അവിലാണ് ഇല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് അവിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, അല്ലെ ഒന്ന് വറുത്തെടുത്താൽ മതി. കുറച്ച് മെനക്കേടാണിത്, അതുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഇത് മാത്രം ഇതൊരു സ്റ്റെപ്പായിട്ട് വേണമല്ലോ, ബാക്കിയൊക്കെ ഒരു 5 മിനിറ്റ് നമ്മൾ ഇതേപോലെ ചൂടാക്കി എടുക്കണം കേട്ടോ അവില്. കണ്ട ഇതിങ്ങനെ തൊടുമല ക്രിസ്പി ആയിട്ട് കണ്ട അതെ, കണ്ട ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് കേൾക്കും. ആയിട്ടില്ല, കുറച്ചും കൂടെ റെഡി ആയിട്ടില്ല. ഞാൻ ടേസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ സമയം അവിലൊന്ന് പൊടിച്ച് ഒരു പാത്രത്തിലാക്കിയിട്ട് കാണിച്ചില്ല. ഈ നമ്മുടെ അവില് ഏകദേശം അവിടെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, റെഡി ആയിക്കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടതാണ് ആ സമയം കൊണ്ട് നമുക്ക് പഴമില്ലേ, നമ്മുടെ എൻ്റെ ഒരു വീട്ടിൽ ആകപ്പാടി 3 പഴമാണ്, ബാക്കിയൊക്കെ അത്താഴത്തിനൊക്കെ എടുത്ത് തീർത്ത് നോമ്പറൊക്കെ ആയിട്ട് തീർത്ത് വീട്ടിൽ ഇല്ല സാധനങ്ങൾ മതി. നമ്മൾ വലിയ ആഡംബരമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കുടിക്കാനില്ലല്ലേ. വിളിച്ചിട്ടുണ്ടോ വരാ. ഞാൻ ഇതിന് ഈ പഴത്തിന് ചെറുപഴം എന്നാണ് പറയുന്നത്, നിങ്ങളുടെ അവിടെ എന്താ പറയണമെന്ന് പറയണം. വീട്ടിൽ കണ്ട പഴം നമ്മൾ ഉച്ചതിന് ശേഷം പിന്നെ ഇത് മിക്സ് ചെയ്യണം മുമ്പേ കുറച്ച് പഞ്ചാര ഇടുന്നു കേട്ടോ. പിന്നെ പഞ്ചാരൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഞാൻ പഞ്ചാര എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയണം? ഞാൻ പഞ്ചസാര. അവൻ പഞ്ചസാര എന്നും ഞാൻ പഞ്ചാര എന്നാണ് പറയണത്. ഞാൻ ഏകദേശം 3, 4, 5 ടീസ്പൂൺ 5.5 ടീസ്പൂൺ ഞാൻ ഏകദേശമാണ്. ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് പഞ്ചസാര കൂട്ടിയും കുറച്ചും ഇടാം. ഷുഗർ എല്ലാവർക്കൊക്കെ ഇടാൻ പാടില്ല. നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആണ്. അല്ല നല്ല പഴുത്ത വലം കിട്ടുവാണെങ്കിൽ അട തന്നെ എടുക്കുക. നന്നായിട്ട് പഴുത്തിരിക്കണ വലം ഉണ്ടെങ്കിൽ അട തന്നെ എടുക്കാൻ നോക്കുക. നമ്മുടെ ഐസ്ക്രീമാണ് പിന്നെ ഗേസ് ഇത് ഏകദേശം ഇങ്ങനെ നല്ല രീതി ഈ പഞ്ചസാര ഇതും പഴവും നല്ല രീതി മിക്സ് ചെയ്ത് കാണിച്ചാലും നിങ്ങളുടെ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ എടുക്കാം. ഇതിപ്പം എന്താണ് വാങ്ങിച്ചപ്പോൾ ശരി കടയിൽ പോയപ്പോൾ പപ്പയുടെ പറഞ്ഞപ്പോൾ വാങ്ങിപ്പിച്ചാണ് കേട്ടോ. ബൂസ്റ്റ് പൊടി തീർന്നെടുക്കുകയാണ്. അപ്പോൾ ബൂസ്റ്റ് പൊടി വാങ്ങിക്കാൻ വേണ്ടി വിട്ടപ്പോൾ സമയത്ത് അപ്പോൾ ചെന്നിട്ട് എന്താണ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല വാനിലേൻ്റെ ഒരു 10 രൂപ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ടാണ്. 2 യൂസ് ചെയ്താൽ മതി, ഓപ്ഷനാണ്. നിങ്ങളുടെ കൊള്ളായിക്കോട്ടെ ഗീസ്. കടയിലൊക്കെ ഇതുകൊണ്ട് കുറ്റിയെടുക്ക്. ഓക്കെ, ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി വേണം ക്യാമറമാനും കൊടുത്തേക്കാരെ തല്ലി കൊടുത്തു. ഇങ്ങനെ നിങ്ങൾ ഒരു വട്ടം നിങ്ങൾ അവിൽ മിൽക്ക് ഉണ്ടാക്കി നോക്കാം, അടിപൊളിയാണ്, ഉറപ്പാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ അവിൽ മിൽക്ക് വീട്ടിലുണ്ടാക്കാൻ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റായി കിട്ടും. ഐസ്ക്രീം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു അവിൽ മിൽക്കിന് നമ്മൾ യൂസ് ചെയ്യണത് കട്ടപ്പാലാണ്. കട്ടപ്പാലില്ലെങ്കിൽ സാധാ പാലാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഈ അവിൽ മിൽക്കിന് വാങ്ങിക്കാൻ വിട്ടുപോയ സാധനം കപ്പലണ്ടിയാണ്. കപ്പലണ്ടി വാങ്ങിച്ചില്ല, പകരം നമ്മളുടെ വീട്ടിലില്ല ആപ്പിളൊക്കെ മുറിച്ചിടാം. പിന്നെ നോമ്പുറക്കാൻ എങ്ങനെ എടുക്കണം ഈത്തപ്പഴം, അതും ക്യാമറമാനിക്ക് തുമ്പൽ വന്നു എനിക്ക് സംസാരം കേട്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞങ്ങളുടെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട്സിലൊക്കെ അയച്ചു കൊടുക്കാം. പിന്നെ ഇതേപോലെ എന്നെപ്പോലെ ഇങ്ങനെ ഇല്ല സാധനങ്ങൾ അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കണം അവർ ആയിട്ട് അയച്ചു കൊടുക്കാം ഫ്രണ്ട്സിനോട് ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി. ഞാൻ അപ്പോഴത്തന്നെ പപ്പാട് പറഞ്ഞിട്ട് കുറച്ച് ആപ്പിൾ മുറിച്ച് ഇടിപ്പിച്ചു കേട്ടോ. വേറെ പാത്രമൊന്നും ഇല്ലാത്തതാണോ ഗ്ലാസ്സിലോട്ട് ആപ്പിൾ മുറിച്ചിട്ട് കുറച്ച് ആപ്പിൾ. അപ്പോൾ നിങ്ങൾ കപ്പലണ്ടി ഇല്ലെങ്കിൽ ആപ്പിള വല്ല ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അത് എടുത്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട്.
കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആപ്പിൾ. കടലില്ല കപ്പ ട്യൂട്ടി ഫ്രൂട്ടിയോ കപ്പലണ്ടിയോ ഒന്നും ഇല്ലാത്തവർക്ക് ഇത് നല്ലതാണ്. ഇത് നമുക്ക് ഒരു ഗ്ലാസ് ഡെക്കറേഷൻ കൊടുക്കാം. കുറച്ചിടാം. ആ ഡെക്കറേഷന് മാറ്റി അതിനുശേഷം പിന്നെയും മിക്സ്. ഇതധികം അങ്ങോട്ട് മിക്സ് ചെയ്യണം. ചെറുതായിട്ട് മിക്സ് ചെയ്താൽ ഇനി ഇതിലൊരു മെയിൻ സാധനം വരാൻ വേണ്ടി പോണത് ഞാൻ എടുത്തോണ്ട് വരാം ഗൈസ്. അത് എടുത്തോണ്ട് ഞാൻ വിട്ടുപോയി ഇടുന്നത്. അങ്ങനെ ഗൈസ് നമ്മളുടെ കട്ടപ്പാല് ഏകദേശം കട്ടയൊക്കെ മാറി. അതിന് ഇടയ്ക്ക് വെച്ച് കരണ്ട് പോയാണ്. നമ്മുടെ കട്ടപ്പാലിൻ്റെ അവസ്ഥ ഇതാണ്. കുഴപ്പമില്ല. പിന്നെ പാല് നല്ല തണുപ്പുണ്ടാകണം മിനിമം. അത് കട്ട പൊട്ടി അത് നമുക്ക് പൊട്ടിക്കണ്ടേ. പ്ലീസ് നമ്മൾ ഏകദേശം അതിൽ എല്ലാം ചുളുമ്പെടുക്കണം. അതിനുശേഷം കവർ ഒന്നും കൂടെ കളയണം. ഏകദേശം പിന്നെ ആ സമയം കൊണ്ട് നമ്മളുടെ ഏകദേശം അവിൻ്റെ ഏകദേശം ചൂടൊക്കെ ആയി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ ഇനിയാണ് നമ്മുടെ ഏകദേശം ഒരു പരിപാടി വന്നത്. നമുക്ക് 2 ഗ്ലാസ്സിലോട്ടും കറക്റ്റാണ് അവിൻ്റെ ഇങ്ങനെ ഈ മിക്സ് അങ്ങോട്ട് കിടണം. പാൽ ആൻഡ് പഴം മിക്സ്. ഇപ്പോൾ ഗ്ലാസ് കുറച്ച് കൂടി പോയി. ഓക്കെ അല്ലേ? കറക്റ്റാണ്. ഈ ഗ്ലാസ് കൂടുതലല്ല. അത് കുഴപ്പമില്ല. അതിനുശേഷം നമ്മുടെ ബൂസ്റ്റ് കൂട്ടാൻ ബൂസ്റ്റ് ഓൾസോ എന്താണ് എടുക്കാം. പക്ഷേ ബൂസ്റ്റ് ആയി കുറച്ച് കൂടെ കളർഫുൾ ആണെങ്കിൽ ടേസ്റ്റ് കൂടുതൽ ഹോളിക്സ് ആണ്. അല്ല ബൂസ്റ്റ് ആണ്. അല്ല ഹോളിക്സ് ആണ്. ബൂസ്റ്റ് ഫാൻസ് കമന്റ് ബിലോ. ബൂസ്റ്റ് ആണ് അടിപൊളി. ഇതിന് എങ്ങനത്തെ സാധനം അല്ല എൻ്റെ ഒരു കാര്യം, ഹോളിക്സ് ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടം ഹോളിക്സ് ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും. ബൂസ്റ്റ് ആണെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. ബൂസ്റ്റ് ഫാൻസിന് വേണ്ടി അതിനുശേഷം 2 പിന്നെ ബൂസ്റ്റ് കൂടി കൂട്ടും. അത് കഴിഞ്ഞ പിന്നെ മാറ്റി വെച്ച ആപ്പിൾ ഇട്ട് കൊടുക്കാം. ആപ്പിൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചൊക്കെ തലക്കും നമുക്ക് അരി വെക്കരുത്. മൈൻഡ് ജോലി ചെയ്തെടുക്കണം. അതിനുശേഷം പിന്നെ കോഴി വെച്ച അവിൽ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അവിൽ മീറ്റിന് അവിലില്ലാതെ പറ്റത്തില്ലല്ലോ ഗൈസ്. ലെയറായിട്ടാണ് അവിടെ കിടക്കണത്. അങ്ങനെയൊക്കെ പറയാം. മറ്റൊരാളൊന്നും പറയാനില്ല. പിന്നെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ തിങ് എന്താണെന്ന് അറിയാവൂ? ഇത് ലെയർ ആയിട്ട് ഇരിക്കണ ഇത് നമ്മ കുട്ടിയിട്ട് ഇളക്കണം. അങ്ങനെ വെറുതെ ഇരിക്കാൻ ഇതെന്താ ചെയ്യാ? താഴെ പകുതിയോടെ അവിലാണല്ലോ. ഞാൻ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും. ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഞാൻ വിടൂല്ലേ? 2 ഗ്ലാസ്സിന് അവിൻ്റെ കണക്കാക്കിയിട്ടാണ് ചെയ്തത്. അപ്പം അത് കറക്റ്റായി. അതിൻ്റെ ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ ഇല്ലത് നമ്മുടെ ലാസ്റ്റ് മാറ്റി വെച്ച നമ്മുടെ പാൽമീസാണ്. ആ പാൽമീസിൻ്റെ മണ്ടയിൽ കൂടെ ഒഴിക്കണം. വേണം ഒഴിക്കാൻ പറ്റുമോ? ഒഴിക്കണം. സെക്കൻഡ് ട്രിപ്പ് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ആര് ചെയ്യെടുക്കേ? അതാരണം എല്ലാം പറഞ്ഞിട്ടില്ലേ? എല്ലാം കൂടുന്നുണ്ട്. നീ കട്ട എനിക്ക് ഇഷ്ടമല്ലേ? അങ്ങനെ ഇനി ബാക്കി ഒന്ന് ബൂസ്റ്റ് കൂട്ടാനും കൂടെ ബിഹേവിയർ ഷീൻസ് ശേഷം ബാക്കി ബൂസ്റ്റ് കൂട്ടാൻ ഇതേപോലെ അവിടെ കൂടുക. അതിന് കുറച്ച് ബൂസ്റ്റ് ഇഷ്ടമായാണ് ഇത് കണ്ട ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കണ്ട ഇതാണ് ഉണ്ടാക്കുന്നത്. അത് ഓരോ വീഡിയോന്റെ പുറകുവശത്ത് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ബിഹേവിയർ സീൻസ് 5 ബൂസ്റ്റ് ഇത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പാടില്ല. എന്തായിട്ട് ഇരുന്നുണ്ട് ബബിളൊക്കെ ഉണ്ട്. ജീവനുള്ള സാധനമാണ്. അതിനുശേഷം ഇത് കുത്തി ഇളക്കാൻ വേണ്ടിയില്ല സ്പൂണും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ ഒരു നമ്മുടെ ഇതും കൂടെ വേണം. അയ്യോ എന്റെ ബൂസ്റ്റ് അപ്പൊ ഇതാണ് നമ്മുടെ അവിൽ മിൽക്ക്. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ചെലവ് കുറഞ്ഞ അവിൽ മിൽക്കാണിത്. ഇത് 2 ഗ്ലാസ്സേ കിട്ടിയിരും. കുഴപ്പമില്ല. ഏകദേശം ഇതേപോലെ നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 2 ഗ്ലാസ്സേ കിട്ടത്തില്ലും. അപ്പം ഇതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു അടിപൊളി സൂപ്പർ അവിൽ മിൽക്ക്. ഇത് കടയിൽ കിട്ടാനായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കാം. കുറച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് കുടിച്ചാലും അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനം കുടിക്കുമെങ്കിലും
കമ്മമ്പോച്ചി കൊള്ളാന്ന് മാത്രമേ പറയാൻ ഒരു കാര്യം പറയാണ്ട് നിങ്ങളെല്ലാം ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടാണ് നിങ്ങളെല്ലാം ഒന്ന് ലയിക്കാണ് കേട്ടോ. കുറെ കഷ്ടപ്പെട്ട് ചെയ്തത് പിന്നീട് കുറെ ഉണ്ട്. നിങ്ങൾ ആകപ്പാടെ 1 മിനിറ്റ് വീഡിയോ കാണത്തില്ലെങ്കിലും 1 മിനിറ്റ് 3 മിനിറ്റ് 3 മിനിറ്റിൽ വീഡിയോ കാണത്തില്ലെങ്കിലും ഇതിന് പിന്നെ കുറെ കഷ്ടപ്പാടുണ്ട്. ക്യാമറമാൻ്റെ അതിലോട്ട് ചെയ്ത് കൊടുക്കും. ഈ ക്യാമറമാൻ്റെ ഇതാണ് ക്യാമറമാൻ ട്രസ്റ്റ് ഇല്ലെങ്കിൽ അതാണ് അവരെ കാണുന്നത്. അയ്യോ അങ്ങനെ പറയില്ലേ, വേറെ ഷർട്ട് ഇട്ടിട്ടില്ല അത് കാണാം. ഇനി നമുക്ക് ഞാൻ തന്നെ കുടിച്ചു ഒരു അഭിപ്രായം അല്ല ഞാൻ തന്നെ ഇത് താഴെ ഇങ്ങനെ കുത്തിയിടക്കാം. കാരണം താഴെ ഐസ്ക്രീം കൊള്ളാവോ? കൊള്ളാം. ചീണ്ടാക്കി അറിയാൻ പറഞ്ഞു വല്ല നല്ല രസമുണ്ട്. പീസ് നല്ല രീതിയിൽ കണ്ടോ കണ്ടുപിടിച്ചു വേണമെങ്കിൽ കുത്തി ഇളക്കാം. ഇതിന്റെ ഒക്കെ കണ്ടുപിടിക്കാൻ ഇത് ഇനി ഇത് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും അറിയാനാണ്. കടക്കുന്ന ഒരേ ടേസ്റ്റ് സൂപ്പർ രസം, സൂപ്പർ രസം. വിശപ്പും കൂടും ദാഹം കൂടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു. ഇഷ്ടപ്പെടാൻ ലേറ്റാ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ഇനി വരും. അതുവരെ ടാറ്റാ.